ഭർത്താവിന് ബുള്ളറ്റ് ഇല്ലാത്ത ആളെ എനിക്ക് വേണ്ട. അത് വിവാഹം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൽ പോകാനുള്ള ഒരു അവസരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഏതൊരാളെയും കുഴക്കുന്ന അല്ലെങ്കിൽ സംശയത്തിലാക്കാൻ കഴിവുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ, ടൈറ്റിലുകൾ കാണുമ്പോൾ, തമ്പുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു നോക്കും, അതൊന്ന് കേട്ടു നോക്കും. അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്നേഹക്കൂടിലേക്ക് സ്വാഗതം. സ്നേഹക്കൂടിൽ ഇന്ന് നമ്മളൊരു വീഡിയോ ബൈറ്റാണ് എടുക്കുന്നത്. ആ വീഡിയോയോടുള്ള പ്രതികരണമാണ് ഇന്നത്തെ എപ്പിസോഡ്. താജുക്ക, ഒരു വീഡിയോ നമുക്ക് ആദ്യം കേൾക്കാം. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത്? ശരിക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ പുതിയ ജനറേഷനെ വഴിതെറ്റിക്കുന്നതിൽ വലിയ റോൾ എടുക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഒരു മൈക്കിങ് കൊണ്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങും, ക്യാമ്പസിലും ക്യാമ്പസിൻ്റെ പുറത്തും കടപ്പുറത്തും പെരപ്പുറത്തൊക്കെ കയറും. ഇവർക്ക് കയറാൻ പറ്റുക മീഡിയയിലെ ചില ആൾക്കാരുടെ രീതി അതാണല്ലോ. അങ്ങനത്തെ അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഇടുക്കിയിലെ ഒരു വീട്ടിൽ ഒരു മരണം നടന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർ, അയാളിങ്ങനെ കൊടുക്കുന്നൊരു വാചകമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകണില്ല, അവിടെ ചെല്ലുമ്പോൾ മുഴുവൻ അവരുടെ കരച്ചിലാണ്. നമ്മളവിടെ ഈ മൈക്കുമായിട്ട് പോകേണ്ട ഒരു സ്ഥലമല്ല അത് വളരെ ഇമോഷണലായിട്ടുള്ളൊരു സ്പേസാണ്, അങ്ങോട്ട് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാനപ്പോൾ മീഡിയ പ്രവർത്തകർ രണ്ടായിട്ട് തന്നെ വിശദീകരിക്കുകയാണ്. എന്നാൽ വേറൊരു ടീമുണ്ട് ഇങ്ങനെ അതിർമാന ക്വസ്റ്റ്യൻ ഒന്നുകൂടി. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത്? ഇപ്പോൾ കുറച്ച് കുട്ടികൾ പറയും ലവ് മാരേജ് ലവ് മാരേജ് ലവ് മാരേജ് ലവ് മാരേജ് ലവ് മാരേജ്. ഏജ് അതാണല്ലോ, അപ്പോൾ മൊത്തം ആംബിയൻസ് അതാണ്. കുറച്ച് കുട്ടികൾ ചിലപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറയും. അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞ ആളാണ് പഞ്ഞിക്കിടും. എന്നിട്ട് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ കംപ്ലീറ്റ് ലവ് മാരേജിന് അനുകൂലമായിട്ടുള്ള കമൻസ് ഓട്ടോമാറ്റിക്കലി പോസ്റ്റാകും. കുറച്ച് ബോധപൂർവം പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഇതൊരു തരം എൻജിനീയറിംഗ് ആണ്, സോഷ്യൽ എൻജിനീയറിംഗ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ ചോദ്യം ചോദിച്ച് എവിടെ എത്തി എന്നുള്ളത് കാണണം ആദ്യം. അതെ. വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കാം. വേറൊരു ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കാമോ എന്നാണ്. ആ ചോദ്യം അതൊന്ന് കേട്ടോട്ടെ. ഒരു കൂട്ടുകാരെ അടുത്ത് സെക്സിന് വേണ്ടി ആവശ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറുപടി? എന്നോടോ? ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കണത് എത്ര അശ്ലീലാണെന്ന് പോലും ആലോചിക്കണില്ലേ ഈ ചോദ്യം ചോദിക്കുന്ന ആള്. ഒരു ക്യാമറയും മൈക്കും ഉണ്ടായാൽ മതി, എന്തും ചോദിക്കാം. അതിലെന്താ വെച്ചാൽ ആ കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, കാലമാകെ മാറിപ്പോയി എന്നാണ്. അപ്പം കാലം മാറിപ്പോയി എന്നുള്ള ഒരൊറ്റ ടാഗ് ലൈനും എന്തു തോന്നിയാൽ സ്വാഗതം. ഇനി ഇതിപ്പോൾ ഇതാണ് രൂപം, പിന്നെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കാമോ എന്നുള്ളതാണല്ലോ. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിവാഹത്തിന് മുമ്പ് ഉള്ള ഒരു അവിഹിതം അത് പറ്റുമോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നാണ്. അതൊന്ന് വീഡിയോ ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. വിവാഹത്തിന് മുന്നേ ഉള്ള ലൈംഗികത തെറ്റാണോ ശരിയാണോ? ഇതൊക്കെ ഇപ്പൊ നിസ്സാര കാര്യങ്ങളായല്ലോ. കുഴപ്പമില്ല, കല്യാണത്തിന് മുമ്പ് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ആ ടൈമിലാണൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോ അവരവരുടെ താല്പര്യമല്ല, തെറ്റല്ല. അത് ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അത് അവരവർ ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. തെറ്റെന്താ? തെറ്റൊന്നുമല്ല. മനുഷ്യ മനസ്സെന്ന് വെച്ചാൽ പല ആൾക്കാരോട് ഇഷ്ടം തോന്നിയാണ്. അപ്പോൾ അത് ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന എനക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒന്നാന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒഴിവാകാത്ത തന്നെ. ഭർത്താവ് തന്നെ വേണമെന്നൊന്നുമില്ല, ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല, ആരുമായും ആകാം എന്ന് ആളുകളെ കൊണ്ട് മൈക്ക് വെച്ച് പറയിപ്പിക്കുകയാണ്. ഇനി അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഇണ ഉണ്ടായിരിക്കെ വേറൊരാളെ പറ്റുമോ? എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പറ്റുമോ എന്നാണ്. പറ്റുമെന്നുള്ള ചോദ്യത്തിന് ആൻസർ ഉണ്ട്, നിങ്ങളൊന്ന് കേട്ടോ നോക്ക്. തെറ്റുണ്ടോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ എന്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല, എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അത് ഇപ്പൊ കല്യാണത്തിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഇത്തിരി നല്ലതായിരിക്കും. ഒന്ന് നമുക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് കാര്യം പറയാം. അതായത് എനിക്ക് അയാളെ ഇഷ്ടമാണോ ഇങ്ങനെ പറയാം. അപ്പം അയാൾ അത് എങ്ങനെ എടുക്കുന്നു നോക്കുക. അപ്പം നമ്മളുടെ പാർട്ട്ണറായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ആ ഒരു സംഭവം വരുന്നത്. പറയണത് തോന്നിയാസമാണ്, വൃത്തികേടാണ്, തമ്മാടിത്തരമാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അത് ഒരു പ്രശ്നമല്ല, തോന്നിയതുപോലെ ആളുകൾക്കാകാം എന്ന ചിന്തയിലേക്ക് ആളുകൾ മാറുന്നൊരു കോലാണത്.
ആളുകൾ മൊത്തം മാറിയിട്ടുണ്ട്. ഇനിയിപ്പം വേറൊരു ക്വസ്റ്റ്യന് കൊണ്ടുവരാം. അപ്പോൾ അബ്ദുറഹ്മാൻ നേരത്തെ ഇവിടെ പ്ലേ ചെയ്ത ചോദ്യങ്ങളെ പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്ബിയൻ സെക്സ് പറ്റുമെന്നാണ്. ആ ചോദ്യം നമുക്കൊന്ന് കേട്ട് വരാം. ലെസ്ബിയൻ ആയിട്ടുള്ളൊരു കൂട്ടുകാരി സെക്സിന് വേണ്ടി അപ്രോച്ച് ചെയ്തെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ സോറി കുഴപ്പമൊന്നുമില്ല. അനുഭവമില്ല. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അല്ല, ഒരിക്കലും തെറ്റല്ല. അതൊരിക്കലും തെറ്റല്ല. നമ്മൾ അംഗീകരിക്കും. പറ്റുമെന്ന് പറയാനും ആൾക്കാരെ കിട്ടുകയാണ്. ചോദിക്കാനുള്ള ആളുകൾക്ക് മലയാള ഭാഷയിൽ പറഞ്ഞ ഉളുപ്പില്ലാത്ത പോലെ പറയാനും ഉളുപ്പില്ലാതായി ആളുകൾ മാറുന്ന പോലാണല്ലോ. ഇനി അവിടുന്ന് പോയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു സെക്സ് സ്ട്രീറ്റ്, ഒരു പിന്നെ ആളുകൾക്ക് അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു റെഡ് സ്ട്രീറ്റ് മോഡലുള്ള ഒരു സംഭവം അത് വേണോ എന്ന് ചോദിച്ചാൽ അതിനും എന്ന് പറയുന്ന ആളുണ്ട്, ഉണ്ടാവും. ആവശ്യമുണ്ട്. കാരണം വളരെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആവശ്യമുണ്ടെന്നാണ് എൻ്റെ നിഗമനം. ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യം തന്നെയല്ലേ നമ്മൾ ലീഗലൈസ് ചെയ്യാൻ പോകും. അത് ആവശ്യമുള്ള കാര്യം, അത് ഉള്ളത് നന്നായിരിക്കും. ഐ ബിലീവ് അങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് ഇവിടെ കുറച്ചെങ്കിലും റേപ്പ് കേസസ് കുറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറമെ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ കണ്ട് അവിടെ നോർമലായ ഏത് കാര്യവും അത് നമ്മുടെ നാട്ടിലും വേണം. അതിപ്പോൾ ആളുകളോട് റിയാക്ഷൻ ചോദിച്ചാൽ മാത്രമല്ല, അങ്ങനെ ഉണ്ടാവലാണ് പുരോഗമനമെന്ന് ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് പറയാൻ, ഒരു സദസ്സിൽ നിന്ന് പരസ്യമായി പറയാൻ, അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ ആളുകളോട് പറയാൻ, അങ്ങനെ ഉണ്ടാകുന്നതാണ് പുരോഗമനം എന്നാണല്ലോ ആൾക്കാർ വിശ്വസിക്കുന്നത്. അത് പറയാനും ആളുകളുണ്ടല്ലോ ഇവിടെ. പറയാനുള്ള ആളുകൾ എന്ന് പറയുന്നത് ചെറിയ ആൾക്കാരൊന്നുമല്ല. അതായത് പിന്നെ നീണ്ട വർഷങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഗുഡ് ഫീലുള്ള ഒരു ഗുഡ് മാൻ എന്ന് ജനം വിശ്വസിക്കുന്ന, വളരെ ഇന്നൊവേറ്റീവായ വഴികൾ കണ്ടെത്തുന്നു, ഏറ്റവും പുതിയ മെക്കാനിസങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നു, രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്നൊക്കെ വിചാരിക്കണ ഈ വ്യക്തികൾ തന്നെയാണ്. ഇപ്പോൾ ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് കണ്ടുവരാം നമുക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടു നടക്കാനോ പോറ്റാനോ ഉള്ളൊരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്. അതിന് ഒരു സാഹചര്യം, സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? എനിക്ക് വിവാഹം കഴിക്കാനോ ഒരു ഭാര്യയെ പോറ്റാനോ, എനിക്കൊരു ഭാര്യയെ പെണ്ണ് തരാനോ ഒരാളില്ലെന്ന് വിചാരിക്കും. എന്റെ ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവാം, എന്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകത ഉണ്ടാവാം, ചില എന്ത് കാരണമാട്ടെ, എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാവാം, എനിക്ക് ഒരു ഭാര്യയെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്കൊരു ഭാര്യയെ ജീവിതകാലം മുഴുവൻ പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപോയല്ലോ. ഇവിടെ ഈ പ്രണയ വിവാഹമാണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് എന്ന ചോദ്യം ചോദിക്കുന്നത് ഒരു തരം സാമൂഹിക സംവിധാനത്തെ ട്വിസ്റ്റ് ചെയ്യണീൻ്റെ, അതിനെ അട്ടിമറിക്കണീൻ്റെ ഭാഗമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൊണ്ട് സമൂഹത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീച്ച് മാത്രമേ അവരുടെ മുന്നിലെ ലക്ഷ്യമുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ, ടൈറ്റിലുകൾ കാണുമ്പോൾ, തമ്പുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു നോക്കും, അതൊന്ന് കേട്ടു നോക്കും. അങ്ങനെ വരുന്ന കുറേ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ്, പബ്ലിക്കിൻ്റെ റിയാക്ഷൻസ് എടുക്കുകയും ആ എടുക്കുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചുള്ളത് മാത്രം കേൾക്കുകയും കേൾപ്പിക്കുകയും അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ സമൂഹം മൊത്തം മാറി എന്ന് പറയുന്ന ഒരു തരം ഫ്രീ സെക്സ് ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും ഇത് അവെയറായിരിക്കേണ്ടതാണ്, ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഇത്തരം പബ്ലിക് റിയാക്ഷൻ വീഡിയോകളിൽ ഇപ്പം പ്രത്യേകിച്ച് തട്ടം വിട്ട പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് വളരെ വലിയ രീതിയിൽ വരാറുണ്ട്. പൊതുവേ പെൺകുട്ടികളെയാണ് ഇതിലൊക്കെ യൂസ് ചെയ്യുക. ഈ പറയുന്നതൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 98% പെൺകുട്ടികളുടെ റെസ്പോൺസാണ് എടുക്കാൻ ശ്രമിക്കുക, ബോയ്സിൻ്റെ റെസ്പോൺസ് അല്ല. അവിടെയൊക്കെ ഒരു റീച്ച് എന്നുള്ളൊരു ലക്ഷ്യം യഥാർത്ഥത്തിൽ ഉണ്ട്. ഇനി അയാൾ ചോദിച്ച ചോദ്യം പ്രണയവിവാഹമാണോ നല്ലത്, അതല്ല അറേഞ്ച്ഡ് വിവാഹമാണോ നല്ലത് എന്നാണ്. സാധാരണ പെട്ടെന്ന് കുട്ടികൾ വേഗം ലവ് മാരേജ് ആണ് നല്ലതെന്നുള്ള ഒറ്റവാചകത്ത് പോകും. പക്ഷെ ആ കുട്ടി പോയില്ല. ആ കുട്ടി പറഞ്ഞ് അതും കൂടി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കേട്ട് പോകാം. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത്? അറേഞ്ച് മാരേജിനോട് താല്പര്യം. അന്ന് വെച്ച് ലവ് മാരേജ് തെറ്റാണെന്നല്ല, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന് പറ്റുന്ന ഒരാളെ നമുക്ക് കിട്ടുവാണെങ്കിൽ, പ്ലസ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആരെയും നമ്മൾ വേദനിപ്പിക്കുന്നില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതുമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാം. നമുക്കൊരാളെ ഇൻട്രസ്റ്റ് ഉള്ളവരെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ലവ് മാരേജ് കൊണ്ട് ഒരു തെറ്റുമില്ല.
ആ കുട്ടി പിന്നെ അയാൾ ഉദ്ദേശിച്ചൊരു ആൻസർ അല്ല അവിടെ കൊടുത്തത്. അതെ. ആ കുട്ടി പറഞ്ഞ എല്ലാ ഡിമാൻഡോടും കൂടെ അത് ഒരു നോർമലി ഒരു പ്രണയവിവാഹം അല്ലാതായി മാറുകയാണ് ചെയ്യുക. അതെ. ഒരു മുസ്ലിം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യപുരുഷനെ അത്തരമൊരു വഴിയിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഉള്ള നിയമങ്ങളും തത്വങ്ങളൊക്കെ വേറെ ഉണ്ട്. ഞാൻ ജനറലിയാണ് പറയുന്നത്. അപ്പോൾ പാരൻസ് അറിയുന്നു, അവരുടെ അന്വേഷണങ്ങൾ നടക്കുന്നു, ആർക്കും വിഷമമുണ്ടാവണില്ല. ഈ നിബന്ധനകളൊക്കെ വരുന്നതോടുകൂടി അവിടുത്തെ എന്താ പറയുക, നിലവിലുള്ള സോ കോൾഡ് പ്രണയവിവാഹം എന്ന് പറയുന്ന സാധനം അല്ലാതായിട്ട് അത് മാറുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഒരു നല്ല ആൻസർ കൊടുത്തല്ലോ, ഒരു ശക്തമായ ഒരു ആൻസർ അവിടെ കൊടുത്തു. എന്താണ്? അറേഞ്ച്ഡ് മാരേജാണ് നല്ലത് എന്നുള്ള ആൻസർ കൊടുത്തു. നമ്മൾ അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു പൊതുവേ ടീനേജ് മുതൽക്ക് ഈ പ്രണയം എന്നുള്ളൊരു ടാഗ് ലൈനിൽ ഒരു ഇൻവെർട്ടർ കോമൻ്റെ ഉള്ളിൽ കുട്ടികൾ അവരുടെ ലൈഫ് തുടങ്ങുകയാണ്. അപ്പോൾ പൊതുവേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്നും ആക്ടിവേറ്റ് ചെയ്യപ്പെടാത്ത, ശരിതെറ്റുകളെ സംബന്ധിച്ച് ഭാവിയെ സംബന്ധിച്ചൊന്നും കൂടുതൽ ആലോചിക്കാൻ കഴിയാത്തൊരു പ്രായത്തിൽ രണ്ടുപേരുടെയും സെക്ഷുവൽ ഡിസയറുകൾ, അവരുടെ ലൈംഗികമായ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ അത് പൂത്തുലഞ്ഞു നിൽക്കുന്നൊരു സമയത്ത് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ അഫെക്ഷൻ്റെയും കണക്ഷൻ്റെയും പ്രണയത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ കാരണം എന്ന് പറയുന്നത് ഒരു സംശയമല്ല, അത് അവരുടെ സെക്ഷുവൽ ഡിസയറുകളാണ്. അതിനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്താലും ഉറപ്പായിട്ടും അത് പറയാൻ പറ്റും. അവിടെ ഒരു പ്രായം പ്രശ്നമല്ല, അവിടെ ഒരു ജാതി പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. കാരണം അവരുടെ ഒരു ഹോർമോണിക് സിറ്റുവേഷൻ, അവരുടെ ഉള്ളിൽ രണ്ടുപേരെയും കൂട്ടിമുട്ടിക്കാനുള്ള, രണ്ടുപേരെയും ചേർത്ത് നിർത്താനുള്ള ഒരു ഹോർമോൺ പ്രോസസ്സ് ഉണ്ട്. ആ ഹോർമോൺ പ്രോസസ്സിൽ അവർ ഒരു കുടുംബം എന്നുള്ള നിലക്ക് ഭാവിയിൽ വരേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ടോ മനസ്സിലാക്കിക്കൊണ്ടോ അല്ല ഇതിലേക്ക് എന്ത് ചെയ്യണത്, എൻ്റർ ചെയ്യണത്. ഒരു ഭയങ്കര സൂക്ഷ്മമായി ഗവേഷണം നടത്തി ഒരുപാട് പഠിച്ചതിൻ്റെ ശേഷമൊന്നുമല്ല ഒരു വിവാഹങ്ങളും എന്ത് ചെയ്യണത്, ഒരു പ്രണയവിവാഹങ്ങളും സംഭവിക്കണത്. ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്നു ക്യാമ്പസിൻ്റെ വരാന്തയിലൂടെ, വേറെ ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നു, പെട്ടെന്ന് അയാളുടെ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടായി. പൊതുവേ ആൺകുട്ടികളെന്ന് പറയുന്നത് വായി നോക്കിയാളായിരിക്കും. ഇപ്പം ഞാനിത് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് വേഗം മനസ്സിലാവും, പെൺകുട്ടിയൊക്കെ എങ്ങനെയാലും മനസ്സിലാവില്ല. പെൺകുട്ടികൾ വിചാരിക്കണ അവളെ മാത്രമേ നോക്കണുള്ളൂ എന്നാണ്. പക്ഷെ ഇന്നൊക്കെ ഇപ്പോൾ മാറിയതാണ്, മനസ്സിലാണ് അല്ലേ? പെൺകുട്ടികൾ മാറിയതാണ് മനസ്സിലാക്കുന്നുണ്ട്. തിരിച്ചു നോക്കണമല്ല, ഒരേ സമയത്ത് അവർക്ക് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഏതോ ഒരു പോയിന്റിലാണ് അവർക്ക് തമ്മിൽ ഇഷ്ടമായത്. ആ ഇഷ്ടമായ പോയിന്റിൽ നിന്നുകൊണ്ട് പിന്നീട് അവർ കാണുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു. അത് വളരെ ഹൈ ലെവലിലെത്തുമ്പോൾ അവരൊരു ബെഡ്റൂമിൽ ഒന്നിക്കണത് വരെയുള്ള കാര്യങ്ങൾക്ക് എത്തുന്നു. പിന്നെ ബെഡ്റൂമിലൊക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യണത്, അവരുടെ ഒരു സെക്ഷൽ നീഡ് ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ആണ് എന്ത് ചെയ്യണത്, പിന്നെ അവർക്ക് ചില ബോധങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് ഈ തേച്ചു പോയി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ പൊതുവേ ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ മറ്റേതാണോ നല്ലതെന്നുള്ള കുട്ടിയുടെ ചോദ്യത്തിന് അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് നല്ലത് എന്ന ഉത്തരവ് നമ്മൾ ആ ഉത്തരത്തെ വളരെ സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യണം. ഇദ്ദേഹത്തിന് ഈ ഉത്തരം കൊണ്ട് സംതൃപ്തി ആവണില്ല. ഈ കുട്ടി പറഞ്ഞ ഉത്തരം ഇഷ്ടപ്പെട്ടില്ല. അപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അത് സക്സസ് ആയില്ല. അപ്പോൾ ആ കുട്ടിയെ വീണ്ടും ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൂടി നോക്കാം. ഈ അറേഞ്ച്ഡ് മാരേജിന്റെ സമയത്തെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമോ, സമയം കിട്ടുമോ? ഈ ഒരു ചോദ്യം അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഏതൊരാളെയും കുഴക്കുന്ന അല്ലെങ്കിൽ സംശയത്തിലാക്കാൻ കഴിവുള്ളൊരു ചോദ്യമാണ്. കുറച്ച് സമയം കൊണ്ടല്ലേ പരിചയപ്പെടുന്നുള്ളൂ, മറ്റേതാകുമ്പോൾ കുറേ കാലം ഒരുമിച്ച് നിന്ന് എന്നിട്ടല്ലേ എന്നാണ് ചോദ്യം. അല്ല, അതിലുള്ള തമാശ പറയണത് ഈ ലവ് മാരേജ് എന്നുള്ള സങ്കല്പത്തിൻ്റെ തന്നെ ആണിക്കല്ല് ഇതാണ്, അതിൻ്റെ ഒരു ഹേർട്ട് ഇതാണ്. അതായത് അയാളുടെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് അരുങ്കൊലകൾ നടന്നിട്ടുണ്ട്. പ്രണയത്തെ വളരെ ശക്തമായി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഈ പ്രണയക്കൊലകൾ വാർത്തകളായി ചിലപ്പോൾ അതിൻ്റെ അവരുടെ മരണാനന്തര ചടങ്ങുകൾ കൂടി ചില ബൈറ്റുകളായി കൊണ്ടുവന്നുള്ളതിൻ്റെ അപ്പുറത്ത് പിന്നെ ഒരു ഡിസ്കഷൻ പോലും കേരളത്തിലെ ഒരു ന്യൂസ് നൈറ്റ് ഡിസ്കഷനുകളിൽ ഒന്നിൽ പോലും അതെന്ത് ചെയ്തിട്ടില്ല, ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. നല്ല സൈക്കോളജിസ്റ്റുകളെയും പാരൻസിനെയും കുട്ടികളെയും എല്ലാവരും വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസ്കഷൻ്റെ ഭാഗമാകാൻ നമ്മൾ വില്ലിങ്ങാണ്. നമ്മളതൊരു ചലഞ്ചായിട്ട് തന്നെ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വിലയിരുത്തലിന് കുറേ പരിമിതി ഉണ്ട്. ഇപ്പോൾ പാരൻസ് മറ്റുള്ളവരൊക്കെ അന്വേഷിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കുറേ ഞാൻ പറഞ്ഞത് ഇതൊന്നും അന്വേഷിക്കാതെ അന്തല്ലാതെ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. അത്തരം വിവാഹങ്ങൾ അറേഞ്ച്ഡ് മാരേജിൽ അത്തരം വിവാഹങ്ങളാണ് പറയിപ്പിക്കുന്നത്. ഇത് ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസിൽ 5 കൊല്ലം ഒന്നിച്ച് ജീവിച്ചതുകൊണ്ടൊന്നും കിട്ടൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ എന്തോ ഒരു കാര്യത്തിലാണ്. അപ്പോൾ നമ്മൾ ചില കേസുകളിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മുമ്പ് പ്രണയം വിവാഹം എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതിന് 10 കാരണങ്ങൾ എന്ന് പറഞ്ഞ് ഞാനൊന്നും കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇത്തരം ചില കാര്യങ്ങൾ കൃത്യമായി മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഒരു കുട്ടി ചിലപ്പോൾ അയാളുടെ ഒരു മുടി ഇങ്ങനെ അങ്ങോട്ട് തൂങ്ങിക്കുന്ന മുടി ഈ റീൽ കാലത്ത് ഇങ്ങനെ മുടി കണ്ണിലേക്ക് ഇങ്ങനെ വെക്കും, അതുപോലെ ഇങ്ങനെ എടുത്തിടും. ഒരു കുട്ടി പറഞ്ഞാണ് അതാണ് ആ കുട്ടീനെ എന്ത് ചെയ്ത് ആകർഷിച്ച ഘടകം, വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഭയങ്കര സ്ലിമ്മാണ്, അല്ലെങ്കിൽ മൂക്ക്, അല്ലെങ്കിൽ ശബ്ദം, ഇതൊക്കെയാണ് ഓരോരുത്തരെ ആകർഷിക്കുന്ന ഘടകം. ആണാകുക പെണ്ണാകുക എന്നുള്ളതാണ് അടിസ്ഥാനം ഈ ഏജിൽ. ആണും പെണ്ണും ആകുമ്പോൾ അവിടെ അട്രാക്ഷൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്, ബേസിക് നാച്ചുറലി ഒരു അട്രാക്ഷൻ്റെ അടിസ്ഥാനമുണ്ട്. അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ചില ഫാക്ടറുകളുണ്ടാവും. ഈ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏജിലെത്തുമ്പോൾ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടും അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ അത് ഓപ്പണാക്കാനുള്ള ഒരു സാഹചര്യം കിട്ടും. പൊതുവേ പ്രണയത്തിലേക്ക് എത്തുന്ന ബന്ധങ്ങളൊന്നും പ്രണയത്തിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങണമല്ല. ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ തുടങ്ങും, സംസാരിക്കും, ആ സംസാരം പിന്നീട് ഇങ്ങനെ വഴിതെറ്റും, പിന്നെ നീലട്ടിക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യൽ ഡെവലപ്പായി വരല്. അപ്പോൾ ഇവനെക്കുറിച്ചോ ഇവൻ്റെ ഫാമിലിനെ കുറിച്ചോ പൊതുവെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളെ പറയാം, ഭയങ്കര ഫേക്കായിട്ടുള്ള കാര്യങ്ങളെ പറയാം. ഇപ്പോൾ ഒരു ചങ്ങാതി പിന്നെ ആ കുട്ടിൻ്റെ എടുത്ത് അവൻ്റെ എല്ലാ ദാരിദ്ര്യം പ്രശ്നമൊക്കെ പറഞ്ഞ് അവനവൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടി വേറെ വഴിക്കും ഇവൻ വേറെ വഴിക്കും പോയി. ആ കുട്ടി വേറെ കല്യാണം കഴിച്ച് പോയി, ഇവൻ വേറെ കല്യാണം കഴിച്ച് പോയി. വർഷങ്ങൾക്ക് ശേഷം ഇവളുടെ ഒരു ഫോട്ടോ ഇവൻ കണ്ടപ്പോൾ ഇവനാകെ പ്രശ്നമായി. അവനെ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാനന്ന് പറ്റിച്ചു പോന്നല്ലോ എന്നുള്ളതാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അങ്ങനെ പറ്റിച്ചു പോയി എന്നുള്ള ഫീലിംഗ് ഇല്ല. കാരണം അവൾ ആ ഏജ് എത്തിയപ്പോഴേക്ക്, ആ സാഹചര്യം എത്തിയപ്പോഴേക്ക് ഇവൻ എനിക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ ഒഴിവാകാമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ മെസ്സേജൊക്കെ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ച് അപ്പോൾ ആ പെൺകുട്ടി സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു ഇതിൽ ഇയാൾക്കുള്ള ഫീലിംഗ് ഇതാണ്, പറ്റിച്ചു പോയി എന്നുള്ള ഫീലിംഗ് ആണെന്നുണ്ട്. പൈമ കാര്യം കണ്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു. പിന്നെ ഒരു രണ്ടാമത് എന്ത് ചെയ്തു, അടുതായി. പിന്നെ അവർക്ക് പിരിയാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നായിരുന്നു, പിന്നെ 2 ആകണം എന്ന് അവൾക്കും അവനും ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ 2 ആയി. പിന്നെ ഇവൻ എപ്പോഴോ പഴയ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ രണ്ടാമതും ഒരു ഇത് തോന്നിയപ്പോൾ അവൾ ആ ഒരു ഇത് ഇതിലൊരു ആക്ഷേപം ഇങ്ങനെ സംസാരിച്ച് ആ സംസാരം നീണ്ട് വീണ്ടും അവരൊന്നാകുകയാണ്. അപ്പം ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഞാൻ പറയണത്. ഒരുപാട് അറിഞ്ഞിട്ടല്ല, ഇപ്പോഴും അറിഞ്ഞിട്ടല്ല, നേരത്തെയും അറിഞ്ഞിട്ടല്ല. നേരത്തെ നമ്മൾ ഈ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ചിലവിൽ ഫുൾ കോഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കുടുംബത്തെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തേച്ചു പോയ പെൺകുട്ടി ടീമുകളെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഏജിൽ ശരിയായ പരിശോധനകളും അന്വേഷണങ്ങളും സ്വയം നടത്തിയ എന്ത് ചെയ്യൂല, ആയി കിട്ടൂല. അത് ജീവിതം അറിയുന്ന ആളുകൾ അത്തരം വിഷയങ്ങളൊക്കെ നോക്കാനും പരിശോധിക്കാനും ചിന്തിക്കാനും കൂടാനും ചേരാനും ഒക്കെ ഉണ്ടാവണം. അവൻ്റെ എല്ലാ കാര്യങ്ങളും, ക്യാമ്പസ് മാത്രമല്ല, അവൻ ജീവിക്കുന്നത് എവിടെയാണ്, വൈകുന്നേരം ഇരിക്കുന്നത് എവിടെയാണ്, അവൾ പോകുന്നത് എങ്ങോട്ടാണ്, വരുന്നത് എങ്ങോട്ടാണ്, ഇതൊക്കെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏതൊരു രാജ്യത്ത് HIV ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കല്യാണത്തിൻ്റെ മുമ്പ് എവിടെ കണ്ടിരുന്നു ഞാൻ. അങ്ങനത്തെ എന്തൊരു നിയമം എന്തോ വന്നതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു. വരും കാലത്ത് നമ്മളൊക്കെ നാട്ടിൽ വരാൻ പോകുന്ന സംഭവമാണത്. അപ്പോൾ അത്ര ആളുകൾക്ക് ഇരട്ട മുഖമുള്ള കാലത്ത് എന്തായാലും ഒരു വ്യക്തിക്ക് സെൽഫായിട്ട് അയാളെ എടുക്കണതിൽ പ്രശ്നമുണ്ട്. ഇനി അറേഞ്ച്ഡ് വിവാഹത്തിൽ എത്ര വേണമെങ്കിലും സംസാരിക്കാമല്ലോ, എത്ര വേണമെങ്കിലും സംസാരിക്കാം. ഇപ്പോൾ X എന്ന് പറഞ്ഞ വ്യക്തിനെ Y എന്ന് പറഞ്ഞ വ്യക്തി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് വളരെ കൃത്യമായി ഫോളോ ചെയ്യുക, അയാളോട് സംസാരിക്കുക, തുറന്ന് സംസാരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ പറയാം. എന്തൊക്കെയാണോ അറേഞ്ച്ഡ് വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളായി വരുന്നത് അത് മുഴുവൻ ടേബിളിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കടന്നാൽ മതി.
നമ്മളെന്താ വെച്ചാൽ ഒരു ഓൾഡ് മോഡൽ തന്നെ നിന്നിട്ട് ആണ് നേരെ വരിക, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരിക, എന്താ പേരെന്ന് ചോദിക്കുക, പേര് കുഞ്ഞിക്കദീസു എന്നറിയാം, പിന്നെ എന്താ പഠിച്ചതെന്ന് ചോദിക്കുക, ഒക്കെ അവനറിയാം. അതല്ലല്ലോ ചോദിക്കേണ്ടത്, ഇന്ന കാര്യത്തെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്, എൻ്റെ വീക്ഷണം എങ്ങനെയാണ്, നീ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു 10-20 പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിൻറ്റ്സ് പരസ്പരം ഡിസ്കസ് ചെയ്ത് അത് അവരെടുത്ത് എത്തുന്നതിന് മുമ്പ് ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. എന്നിട്ടല്ലേ ഈ ഒരു കാര്യത്തേക്ക് വരേണ്ടതുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് പെൺകുട്ടികളെ കാണേണ്ട, ഒരുപാട് ആൺകുട്ടികളെ കാണേണ്ട സാഹചര്യം തന്നെ വരുന്നില്ല. അടിസ്ഥാനപരമായി കോംപ്രമൈസ് ചെയ്യാതെ സ്വീകരിക്കേണ്ട വിഷയം ഉണ്ടാകും. മതം, ആശയം, നീളം, പിന്നെ തടി, ഇതൊന്നും മുന്നിൽ വന്നതിൻ്റെ ശേഷം പരിശോധിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നേരത്തെ തന്നെ വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തി ഓക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യത്തേക്ക് വന്നാൽ മതി. പിന്നെ ബേസിക്കായിട്ട് ജോലി, മക്കൾ, ലിവിങ് ഇൻ അബ്രോഡ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യം എന്താണ്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ കൃത്യമായി പാരൻസ് ഒരു റോൾ എടുത്തു കഴിഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജിനോളം മനോഹരമായ വേറൊന്നില്ല. കാരണം ഈ പറയുന്ന ഒരു 11 മുതൽ ഒരു 25 വരെ ഉള്ള പ്രായത്തിനിടക്കാണ് പൊതുവേ കല്യാണങ്ങളൊക്കെ നടന്നു പോണത്. 11 ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, 11 മുതലാണ് ഒക്കെയാണ് എന്ത് ചെയ്യുക, അങ്ങനത്തെ ചില പരിപാടികളൊക്കെ തുടങ്ങുക. ഇപ്പോൾ നമ്മളൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ ആ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങണതും കണ്ണിട്ട് നോക്കുന്നതും ഒക്കെ അവിടെ നിന്നാണ് തുടങ്ങുക. അപ്പോൾ അവിടെ നിന്ന് ഒരു അന്തമില്ലാത്ത ആൾക്കാർ ഒരു സെക്ഷൽ ഡിസയറുകൾ ഫിൽഫിൽ ചെയ്യാനുള്ള ഒരു പരിപാടി എന്നുള്ളത് മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കണുള്ളൂ. എന്തായാലും ഈ ചർച്ചയിൽ വീണ്ടും രസകരമായ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് ശ്രോതാക്കൾ കേൾപ്പിച്ചു കൊടുക്കണം. പണ്ടത്തെ കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ ഈ മനസ്സിലാക്കിയൊക്കെ ജീവിച്ചിട്ടില്ലേ? ചേട്ടനും അപ്പനും അമ്മയും പ്രേമിച്ചാണോ? ആണോ? അല്ല. പക്ഷേ നന്നായി ജീവിക്കുന്നില്ലേ? നന്നായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ശരിക്ക് പഞ്ഞി കിട്ടും അല്ലേ? ആ കുട്ടി ഈ ചാനൽ അവതാരകനെ ശരിക്ക് പഞ്ഞി കിട്ടും. ഇയാൾ ഒരുപാട് ക്യാമ്പസുകളിൽ പോയി ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ നിങ്ങളെ അച്ഛനും അമ്മയും ഒക്കെ നല്ല ജീവിച്ചിട്ടാണല്ലോ നിങ്ങൾ ഉണ്ടായതെന്നാണ്, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പലപ്പോഴും അവഗണിക്കാറാണ് പതിവ്. ലോകത്തെ കോടിക്കണക്കിന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അറേഞ്ച്ഡ് മാരേജിൻ്റെ സംഭവങ്ങളെ മുഴുവൻ ഒരു ഭാഗത്ത് ഹൈഡ് ചെയ്ത് നിർത്തുകയും എന്നിട്ട് പരാജയപ്പെട്ട ഏതാനും വിവാഹങ്ങളിലെ ഭീകര ദൃശ്യങ്ങൾ അത് പുറത്ത് കിട്ടിട്ട് അറേഞ്ച്ഡ് മാരേജ് ഒരു പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്യുന്ന പരിപാടിയാണ് പൊതുവെ നടന്നു വരുന്നത്. അതും പുതിയ ജനറേഷനിൽ അത്തരം ഒരു മനോഗതത്തിലേക്ക് ഈ കുട്ടികളെയൊക്കെ എത്തിക്കുന്നത് ഇത്തരം ആളുകളുടെ ക്യാമ്പയിൻ തന്നെയാണ്. പെണ്ണ് നിറഞ്ഞ അതാണ്, ആണ് നിറഞ്ഞ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായൊരു ഒരു പിന്നെ ആശയലോകം സൃഷ്ടിച്ച് ആ ആശയലോകത്തേക്ക് കയറ്റി നിർത്തി അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഈ ഒരു തലം രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും, ആ കുട്ടി ഉയർത്തിയ കൺസേണുകൾ വളരെ ക്ലിയറാണ്. അവൾ ഉയർത്തിയ കൺസേൺ നമ്മുടെയൊക്കെ പാരൻസ് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന ആ പോയിൻ്റാണ് നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടത്. എന്നാൽ ചില വീടുകളിൽ ഇങ്ങനത്തെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും. ആ സംഘർഷങ്ങളിൽ നിന്നാണ് വാപ്പിയും ഉമ്മയും തമ്മിലുള്ള, ബ്രദറും സിസ്റ്ററും അവരുടെ ഇണകളുമായിട്ടുള്ള ഇങ്ങനത്തെ ചില ഇഷ്യൂസ് നടന്നു വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ചില ദാമ്പത്യങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് എൻ്റെതും പരാജയപ്പെടും എന്ന് വിലയിരുത്തുന്നതിലൊരു പ്രശ്നമുണ്ട്. 2, പ്രായമാകുമ്പോൾ ആളുകൾക്ക് അവരുടെ രോഗം, അവരുടെ മാനസിക സാഹചര്യം, അവരുടെ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് ഇപ്പം ചില ദാമ്പത്യങ്ങളിലെ കലഹങ്ങളുടെ കാരണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ചില രോഗങ്ങൾ ഡയബറ്റിക് ആയിട്ടുണ്ടാവും, ചിലത് ചിലപ്പോൾ അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, ചില പ്രകൃതങ്ങളായിരിക്കും. അവരെങ്ങനെ ഭയങ്കര അടിയും ബഹളമൊക്കെ ആണെങ്കിലും അത് കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിരിക്കും, ഭയങ്കര ഓക്കെ ആയിരിക്കും. അതിപ്പോൾ ഈ പ്രണയത്തിലൊക്കെ ഉണ്ടാവും. ഈ അടിയും കലഹവും സംഗതിയും കാര്യങ്ങളൊക്കെ ഇനി ഭയങ്കര സക്സസ്ഫുള്ളായി റൺ ചെയ്യണേ പ്രണയത്തിലുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരാളെ നമ്മളൊരു സങ്കല്പം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 100% പ്രായോഗികതയിൽ നിന്നുകൊണ്ടുള്ളൊരു സങ്കല്പത്തിലേക്ക് എത്തുകയും അതിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത പോയിൻറ്സും കോംപ്രമൈസ് ആകാവുന്ന പോയിൻറ്സും ഞാൻ സാധാരണ പറയാറ്. അപ്പോൾ അയാളുടെ സൗന്ദര്യം പറയുന്നിടത്ത് പല്ല് കുറച്ച് പൊന്തിയിട്ടാണ്, വേഗം മനസ്സിലാക്കാൻ പറ്റിയൊരു സാധനമാണത്. അത് ഒരു ബാക്കിയൊക്കെ ഓക്കെയാണ്, പല്ല് കൊണ്ടുപോയിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണിച്ചാൽ മതി, തീരേണ്ട വിഷയമുള്ളൂ.
അതും വേണമെങ്കിൽ കോംപ്രമൈസ് ആകണമെന്നൊന്നുമില്ല. അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പുതിയ ഓപ്ഷനിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ കൺമുന്നിലെ പരാജയപ്പെടുന്ന കുടുംബജീവിതങ്ങളും വിവാഹങ്ങളും മുൻനിർത്തിയിട്ട് അതാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൺമുന്നിലെ പരാജയപ്പെടുന്ന തല്ലിപ്പിരിഞ്ഞ കൊത്തി നുറുക്കി വാർത്തകളിൽ നിറഞ്ഞ കുറേ പ്രണയവിവാഹങ്ങളുണ്ട്, അതും കൂടിയും ചേർത്ത് വെച്ചിട്ട് അതിനെടുക്കാവൂ എന്ന് തന്നെ പറയണം. ഈ അവസാനം പറഞ്ഞു ലവ് മാരേജിൻ്റെ പരിണിത ഫലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ, അതും അവിടേക്ക് എത്തുന്നതും വളരെ കുറച്ചാണ്. വളരെയധികം സഹിച്ച് ഇത് മറ്റൊരാളോട് പറയാൻ കഴിയാതെ കഷ്ടപ്പെട്ട് കഴിയണ ലവ് മാരേജിലെ ആളുകളുണ്ട്. മറ്റേതിൽ എന്താ പറയല് വെച്ചാൽ, ലവ് മാരേജ് എന്ന് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരസ്പരം നല്ല കോംബോയിലെത്തിയിട്ടുണ്ട്, ഞങ്ങളുണ്ടാവും നല്ല വൈബൊത്ത ആൾക്കാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ വിവാഹത്തിൻ്റെ മുമ്പുള്ള സംസാരമാണ്. ഈ വിവാഹത്തിൻ്റെ മുമ്പുള്ള ഏതൊരു സംസാരത്തിലും അവിടെ ഒരു പൈശാചികത ഉണ്ട്. ആ പൈശാചികമായ ഒരു ആനന്ദം അവിടെ ലഭിക്കുന്നുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെ കിട്ടുന്ന ഒരു പൈശാചികമായ ഒരു സുഖം അതിലുണ്ട്. അതുകൊണ്ടാണത് മുന്നോട്ട് പോണത്. വിവാഹത്തിന് ശേഷം ഇതേമാതിരി അയാളോട് സംസാരിക്കാൻ കഴിയും, ഓളോട് സംസാരിക്കാൻ കഴിയും എന്ന് വെറുതെ വിചാരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം രണ്ടാളുടെയും സ്വഭാവത്തിലും രീതികളിലും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിലാവുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊടുക്കാനും ഇനി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ആളുകളുണ്ടാവും. ലവ് മാരേജിൽ എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പയെയോ ഉമ്മയെയോ ഒക്കെ നിർബന്ധിപ്പിച്ച് സമൂഹത്തിലെ പ്രഷർ കൊടുത്ത് ഇതല്ലാതെ പറ്റൂല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ അത് പറയാൻ പോലും മടി കാണിക്കേണ്ട ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കാൻ പാടില്ല. ഉറപ്പാണ്. മാത്രമല്ല ഈ പ്രണയകാലത്ത് ആ വിളികളിൽ പോലും ഭയങ്കര ഒരു നൈർമല്യം ഉണ്ടാവും. ബേബി എന്നൊക്കെ വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കുറേ ചാറ്റുകളും കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ഇവരൊക്കെ തന്നെ പുറത്തേക്ക് വിട്ട ചാറ്റുകളും കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ വിളികളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അത് കഴിയുമ്പോൾ എന്തു ചെയ്യും, ആ ഒരു അവസ്ഥ കഴിയുമ്പോൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ റീലും എന്നൊരു റിയൽ ലൈഫൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ പൊളിയും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നിശ്ചിത സമയം കഴിയുമ്പോൾ ഇത് ഒക്കെ തകരുന്നതും ഇത് വേണ്ടെന്ന് തീരുമാനിക്കുന്നതൊക്കെ അത്തരം ഒരു കാരണം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ കുട്ടിയോട് ഇയാൾ ചോദ്യം അവസാനിപ്പിക്കണില്ല കേട്ടോ. അവളെ കൊണ്ട് ഇനി ലവ് മാരേജ് തന്നെയാണ് നല്ലതെന്ന് പറയിപ്പിക്കണം എന്നാണോ ആവശ്യം എന്നറിയില്ല. എന്തായാലും അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ, ഈ കൂടുതൽ സക്സസ് ആവാൻ ചാൻസ് ഉള്ളൊരു വിവാഹം അത് അറേഞ്ച്ഡ് ആയിരിക്കുമോ ലവ് മാരേജ് ആയിരിക്കുമോ? വിവാഹത്തെ ശരിക്കും ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഓരോ ഇൻഡിവിജ്വലിന്റെയും പേഴ്സണാലിറ്റി പോലെയാ, നമ്മുടെ കാഴ്ചപ്പാടാ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത്. സക്സസ് ചാൻസ് ഏതിനാണെന്നാണ് ഇയാളെ ചോദ്യം. അപ്പോൾ സക്സസ് ചാൻസ് ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് അങ്ങനെ വെച്ച് സക്സസ് ചാൻസ് വിലയിരുത്തണ്ട എന്നാണ് പെൺകുട്ടിൻ്റെ മറുപടി. അപ്പോൾ വെറുതെ പെൺകുട്ടി ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പോൾ ഉദാഹരണമായി ഞാനും നിങ്ങളും തമ്മിൽ എന്ന് പറയുമ്പോൾ ഇയാൾ വേഗം പിന്നെ ഉത്തരം ചെയ്യാണ്, ട്വിസ്റ്റ് ചെയ്യാണ്. അല്ല, ഇയാൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ലവ് മാരേജ് ആണോ കൂടുതൽ സക്സസ് ചാൻസ് അതല്ല അറേഞ്ച്ഡ് മാരേജാണ്, അതിന് നമ്മളൊരു ഉത്തരം എന്തായാലും ഉണ്ടല്ലോ. നമുക്ക് തന്നെ ലവ് മാരേജ് ഇല്ലല്ലോ. നമുക്ക് ശരിക്കുള്ളത് വിവാഹത്തിന് ശേഷമുള്ള ലവ് ആണ്. മാരേജിന് ശേഷം ലവ് ഉള്ളൂ. അതിൻ്റെ മുമ്പ് ലവ് ഇല്ല. അവനെ അങ്ങനെ ചോദിക്കണില്ല അർത്ഥമല്ല. നമ്മളതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കൈവിട്ട കളികളാണ് ശരിക്ക്. ഏതോ ഒരു പയ്യൻ അവനെ കണ്ടു, ഏതൊരു പെൺകുട്ടി അവളെ കണ്ടു, അവളുടെ എന്തോ ഒരു കാര്യത്തിൽ ആകർഷണീയത തോന്നി, കുറേ ഇടപെട്ട് സംസാരിച്ചപ്പോൾ തനി ഗുണങ്ങളും തനി സ്വഭാവങ്ങളൊന്നും പുറത്തെടുക്കാത്തൊരു സീസണാണിത്, പ്രണയ സീസൺ എന്ന് പറയുന്നത്. അവളെ കുറച്ച് നേരം കിട്ടണം, അവനെ കിട്ടണം. ബയോളജിക്കൽ കാരണങ്ങൾ കൊണ്ട്, അവരുടെ ഹോർമോണിക് സിറ്റുവേഷൻ കൊണ്ട് അവിടെ ഒരു നല്ല വൈബ് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിലങ്ങനെ നിന്ന് പോവാണ്. ആ കാലം എന്ന് പറയുന്നത് ഇസ്ലാമികമായി അതെന്തല്ല, മതപരമായത് ശരിയല്ല. അതൊരു പെൺകുട്ടിക്ക് സുരക്ഷിതമല്ല, ആൺകുട്ടിക്കും സുരക്ഷിതമല്ല. നേരെ തിരിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ രണ്ട് ആളുകൾക്കും ഇഷ്ടമായെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയിൽ വിഷയം അവതരിപ്പിക്കാം. അവർ തമ്മിൽ വേറെ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, ഒക്കെ അന്വേഷിച്ചൊക്കെ ക്ലിയറാക്കി പിന്നെ ഒക്കെ സെറ്റാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ എന്തു ചെയ്യുക, ഇസ്ലാമികമായ നിയമങ്ങളനുസരിച്ച് അവർക്ക് വിവാഹിതരാകാം. പിന്നെയാണ് അവരെ ശരിക്കുള്ള പ്രണയം തുടങ്ങുന്നത്. അവിടെ ആ വിവാഹത്തെ, ഭാര്യയെ ഭർത്താവിനെ, അവരുടെ പ്രണയത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കുറേ നിയമങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആശ്റുഹുന ബിൽ മാറൂഫ്, നീ നിൻ്റെ ഇണയോടും മാന്യമായി പെരുമാറണം. ഖിയാറുക്കും നിസായിക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഭാര്യമാരോടും മര്യാദയ്ക്ക് നിൽക്കുന്ന ആളാണ്. പിന്നെ നീ അവളിൽ എന്തെങ്കിലും ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ, മോശമുള്ള കാര്യങ്ങൾ കണ്ടാൽ
അവളുടെ കാര്യത്തിൽ നീ കണ്ട ഇഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവളുടെ കാര്യത്തിൽ നിനക്ക് അനിഷ്ടം തോന്നുന്ന കാര്യങ്ങളെ നീ പുറത്തു കൊടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്ന പ്രവാചകനാണെങ്കിൽ ഐഷ റളിയല്ലാഹു അൻഹ വെള്ളം കുടിച്ച ആ ഗ്ലാസിൻ്റെ ആ വായ വെച്ച അതേ ഭാഗത്തുനിന്ന് വെള്ളം കുടിച്ച് ഒരു തൻ്റെ ഭാര്യയോട് തൻ്റെ പ്രണയം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന അതൊക്കെയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ സക്സസ് റേറ്റിൻ്റെ പ്രശ്നം എന്ത് ചെയ്യണില്ല, വരുന്നില്ല. സക്സസ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ പൊതുവേ ലോകത്തെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അറേഞ്ച്ഡ് മാരേജാണ്. അത് മഹാഭൂരിപക്ഷം വിജയകരമായി പോകണമുണ്ട്. അതാണല്ലോ കുട്ടി പറഞ്ഞത്, ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ലവ് മാരേജ് ആയിരുന്നില്ലല്ലോ, ഒരു സക്സസ് ആണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ മൈക്കും പിടിച്ചിവിടെ നിൽക്കുന്നത് എന്ന് ആ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ. അപ്പോൾ പിന്നെ ആ സക്സസ് റേറ്റിൽ വലിയ കാര്യം ഇല്ല. എന്തായാലും കുട്ടിൻ്റെ മറുപടി എന്താണ് നമുക്ക് നോക്കാം. ഞാനൊരു ആറ്റിറ്റ്യൂഡ് പുലർത്തുകയും ചേട്ടൻ വേറൊരു ആറ്റിറ്റ്യൂഡ് പുലർത്തുകയും അല്ല, അത് എന്താ പറയുക, ഈ സാധനം കയ്യിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു തമാശയാക്കിയിട്ട് വിഷയം ഒരു ടിസ്റ്റ് ചെയ്യാണ്. അതിൽ വലിയ കാര്യമില്ല. ഇതുവരെ ബോൾഡായി പറഞ്ഞു, ഇനിയൊന്ന് പതറുവോ നോക്കുകയാണ്. എന്റെ കല്യാണം കഴിഞ്ഞോ? ഓക്കെ, ബാക്കി പറ. പിന്നെ എന്നെ എടുത്തിടുന്നു. ചേട്ടൻ വിട്ടു. വേറെ ചേട്ടൻ ഒരു എ ഒരു ബിയോ, ഓക്കെ, ഒരു എ ഒരു ആറ്റിറ്റ്യൂഡ് പുലർത്തും, ബി ഒരു ആറ്റിറ്റ്യൂഡ് പുലർത്തും. അപ്പം എൻ്റെ ഒരു സർക്കിളിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ എൻ്റെ ലൈഫ് പോലെ ആയിരിക്കുമോ ചേട്ടൻ കല്യാണം കഴിച്ച ചേട്ടൻ്റെ ലൈഫ്? അല്ലല്ലോ, വേറെ അല്ലേ? വേറെ ആയിരിക്കും. ഞാൻ വേറെ ആണല്ലോ. പിന്നെ എന്നെ എടുത്തിടുന്നു. എല്ലാരും വേറെ വേറെ ആൾക്കാരാണല്ലോ. ഓരോരുത്തരും ഇൻഡിവിജ്വാലിറ്റി അല്ലേ, നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് തന്നെ യുണീക്ക് ആയിട്ടാ. നമുക്കൊക്കെ ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് അത് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതിന് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, ഇതാ നല്ലത് ഇതാ ചീത്താന്നൊന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ കുട്ടി പറഞ്ഞതാണ് ശരി. ഓരോന്നും വേറെ വേറെ ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വൽസിനെ ഈ പ്രണയകാലം കൊണ്ട് തിരിച്ചറിയാൻ പറ്റൂല. പ്രണയകാലം കൊണ്ട് ആ പ്രണയകാലത്ത് എല്ലാം ഹൈഡ് ചെയ്തും ഒതുക്കി വെച്ചും അവരൊരു പ്രത്യേകിച്ച് പുരുഷൻ വളരെ സെക്ഷലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലും നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ആ പ്രായത്തിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുടുംബവും സമൂഹമൊക്കെ അറിഞ്ഞ് എല്ലാവരും പരസ്പരം ചിന്തിച്ചും ചർച്ച ചെയ്ത് രൂപം ഉണ്ടാക്കിയിട്ട് പോകേണ്ടത്. എന്നാൽ അറേഞ്ച്ഡ് മാരേജിൽ പലപ്പോഴും ഈ അന്വേഷണങ്ങൾ വൃത്തിക്ക് നടക്കില്ല, ഈ ഡിസ്കഷൻസ് വേണ്ട വിധം മുന്നോട്ടുണ്ടാവില്ല, ഈ ആണും പെണ്ണും സംസാരിക്കേണ്ട വിധം സംസാരിക്കില്ല. അങ്ങനത്തെ ഒരു അന്വേഷണവും ചർച്ചയും ചിന്തയും ഒന്നും പലപ്പോഴും ഇസ്ലാമിൽ കുഫു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. രണ്ടു പേർക്കും ഉണ്ടാവേണ്ട യോജിപ്പ് എന്നാണ് എൻ്റെ അർത്ഥം. ഇസ്ലാം കുഫുവിനെ വളരെ ശക്തമായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുഫു ഉണ്ടോ, ആ ഒരു ചേർച്ചയുണ്ടോ എന്നുള്ളതൊന്നും പരിശോധിക്കാതെ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വരുന്നു, ആണ് കാണുന്നു, കെട്ടുന്നു, എന്തോ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ എന്തോ സാധനം ബുക്ക് ചെയ്യണ മാനസികാവസ്ഥയോടുകൂടി അതിന് എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വാപ്പിയും മോനും ആണെങ്കിലും മകളും ഉമ്മയാണെങ്കിലും ഒക്കെ എല്ലായിടത്തും ചെറിയ ക്ലാഷുകളും ക്രൈസിസുകളൊക്കെ ഉണ്ടാകും. ഒരു ഓഫീസാണെങ്കിൽ സഹപ്രവർത്തകർ തമ്മിലുണ്ടാകും, മാനേജറും അയാളുടെ താഴെയുള്ള ആളുകളും തമ്മിലുണ്ടാകും. അത് ഇതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. റോട്ടിലൂടെ വണ്ടി വരുമ്പോൾ മുന്നത്തെ വണ്ടിക്കാരനും പിന്നത്തെ വണ്ടിക്കാരനും തമ്മിലുണ്ടാകും. അത് മാനേജ് ചെയ്യാൻ, അത് ദാമ്പത്യത്തിലുണ്ടാകും. അത് മാനേജ് ചെയ്യാൻ ഇസ്ലാം വളരെ മനോഹരമായ കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റും, അവർക്ക് ആശ്വാസപൂർവ്വം മുന്നോട്ട് പോകാൻ പറ്റും, പരസ്പരം മനസ്സിലാക്കി നല്ല അടിപൊളിയായി മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന് 10,000-കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷിയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അടിസ്ഥാന വസ്തുതയാണ്. ഈ വിവാഹത്തിൽ ഓരോരുത്തരും യുണീക്കാണ് എന്ന് പറഞ്ഞല്ലോ. ഓരോരുത്തരുടെയും വിവാഹ ജീവിതവും വ്യത്യസ്തമാണ്. അതെ. ഇപ്പോൾ രണ്ടാളുകളുടെ വിവാഹ ജീവിതം വിലയിരുത്തി അതുപോലെ തന്നെ എൻ്റേതാകും എന്നത് പ്രതീക്ഷയോടും കൂടി കാണണ്ട. രണ്ടാളത് കണ്ടിട്ട് അതേമാതിരി എൻ്റേത് കേടരും എന്ന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിപ്പോൾ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഉപ്പയുടെയോ ഉമ്മയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസിൻ്റെയോ, പലപ്പോഴും ഈ കസിൻസ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന, കല്യാണം കഴിഞ്ഞ കസിൻസ് കല്യാണം കഴിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം വളരെ തെറ്റായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവർ കല്യാണം കഴിഞ്ഞതിനെക്കുറിച്ച് പിന്നീട് ക്യാമ്പസിൽ വന്ന് പറഞ്ഞു കൊടുക്കണ സംസാരമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ജീവിതമാകും എന്ന് വിചാരിക്കുകയാണ്. ഒരു ക്യാമ്പസിലൊരു കുട്ടി പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് ചോദിച്ചാൽ, അവൾക്ക് ആകെ ഒരു സന്തോഷമുള്ള മുഖം ഞങ്ങൾ കാണുന്നത് തിങ്കളാഴ്ച മാത്രമാണെന്ന്. അപ്പോൾ ആ തിങ്കളാഴ്ച മാത്രമാണ്, ശനി ഞായർ ദിവസം അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ സന്തോഷമുള്ള മുഖം തിങ്കളാഴ്ച മാത്രം. അത് അവളുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. അതേമാതിരി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും എന്ന് ടെൻഷൻ അടിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ഓരോരുത്തരുടെ ജീവിതം വ്യത്യസ്തം. അതായത് ഈ ബോൾഡ്നെസ് കുട്ടികൾ കാണിക്കേണ്ടത് അവരുടെ ലൈഫിൽ ഇഷ്യൂ വരുമ്പോഴാണ്. ആ ഇഷ്യൂ കൃത്യമായി തുറന്ന് സംസാരിച്ച്
അത് പറയേണ്ടവരോട് പറഞ്ഞ് എല്ലാവരോടും പറയാൻ പാടില്ല. ചിലപ്പോൾ പാരൻസിനോടാവില്ല പറയേണ്ടി വരിക. ചിലപ്പോൾ ആ വിഷയം പരിഹരിച്ചു തരാൻ പറ്റിയ ഇപ്പോൾ പീസ് റേഡിയോ ഒക്കെ ഒരുപാട് ഇഷ്യൂകളിൽ ഇടപെടാറുണ്ട്. ചിലപ്പോൾ ചെറിയ ഗൈഡ് ലൈൻ ആയിരിക്കും ആവശ്യം. ചിലപ്പോൾ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചൊക്കെ ഉള്ള സങ്കല്പത്തിൽ പ്രശ്നം ഉണ്ടാവും. നമ്മൾ തന്നെ നമുക്കറിയാം, പല കുട്ടികളും അവർ ഭർത്താവിന് ബുള്ളറ്റില്ലാത്ത ആൾ എനിക്ക് വേണ്ട. അത് വിവാഹം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൽ പോകാനുള്ള ഒരു അവസരമായിട്ടാണ് എന്ത് ചെയ്യണത് അവൾ കാണുന്നത്. ബുള്ളറ്റിൽ ഇങ്ങനെ ചെത്താനുള്ളൊരു അവസരമായിട്ടാണ് അവൾ കാണുന്നത്. അവളുടെ ലൈഫിൽ അവൾ പിന്നെ ഉമ്മയാകണതോ വല്യമ്മയാകണതോ ഒന്നും അവളുടെ കാഴ്ചപ്പാടിലേ ഇല്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള കാലഘട്ടത്തെ മാത്രമാണ്, അല്ലെങ്കിൽ 35 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാലഘട്ടത്തെ മാത്രമാണ് ഒരു 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 വിവാഹകാലമായി അല്ലെങ്കിൽ ദാമ്പത്യകാലമായി ഇവർ കാണുന്നത്. അത് ഈ ഫിലിമുകളും റീലുകളൊക്കെ കൊടുക്കുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഫിലിമുകളുടെ റീലുകളുടെയും കൺസെപ്റ്റിൽ നിന്ന് റിയൽ ലൈഫിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ പച്ച പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് വേണം എന്ത് ചെയ്യാൻ, കാര്യങ്ങളെ കാണാൻ. അവിടെ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ പരിഹരിച്ചും പഠിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത്. അത് നമുക്ക് സമൂഹവും കുടുംബവും എല്ലാവരും കൂടി ഒന്നിച്ച് ഏൽപ്പിച്ച് തന്നതായതുകൊണ്ട് അത് പരിഹരിക്കാൻ അവരൊക്കെ ഉണ്ടാവും. നമ്മൾ മാത്രം തിരഞ്ഞെടുത്തതാവുമ്പോൾ നമുക്ക് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ല. ഒരു പക്ഷേ പരിഹരിച്ച് തരണ്ടാവും ചില ഫാമിലീസൊക്കെ, പക്ഷേ ആ ധൈര്യം പോലും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പിന്നിൽ വരുന്ന കുട്ടികളും പരമ്പരകളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ മക്കളുണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് വേണം എന്ത് ചെയ്യാൻ, കാര്യങ്ങൾ എടുക്കാനെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, വിവാഹം ഒരു താൽക്കാലികമായ ഈ കാട്ടിക്കൂട്ടലുകളോ ചില ഇവൻറ്റുകളോ മാത്രമൊന്നുമല്ല വിവാഹം. അതിനുശേഷമുള്ള മനോഹരമായ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്ക് വെച്ച് പറയുകയാണെങ്കിൽ വെല്ലുമ്മയാകുന്നത് വരെ ഉണ്ടല്ലോ, അതിനുശേഷമുള്ള കാര്യങ്ങളും അതൊക്കെ ഉള്ള ഒരു നീണ്ട കാലയളവ്, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ റീലുകളിലൂടെയോ ഇത്തരം ഷോർട്സുകളിലൂടെയോ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി ഇവരുണ്ടാക്കിയെടുക്കുന്ന ഇത്തരം കാഴ്ചകളിലൂടെയല്ല നമ്മുടെ വിവാഹത്തിൻ്റെ നിലപാടുകൾ തീരുമാനിക്കേണ്ടത് എന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മളെത്തുകയാണ്. ഇന്നത്തെ കൺക്ലൂഡ് ചെയ്യല്ലേ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ താൽക്കാലികമായി സമാപിപ്പിക്കുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ശ്രോതാക്കൾക്കും നിർദ്ദേശിക്കാം. ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതല്ല എങ്കിൽ പീസ് റേഡിയോ ഏറ്റവും അധികം ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ, ആ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ അയക്കാം. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഫീഡ്ബാക്കായി അയക്കുക. അടുത്ത എപ്പിസോഡിനായി കാതോർക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.